Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 17th lecture of Web Design and Production for Business. Topic: Addressing a website. In this lecture, we are discussing addressing a website, absolute and relative addressing. What is addressing a website? Every computer connected to the internet has its unique web address, without which it cannot be reached by other computers. Web address is popularly called Universal Resource Locator or Uniform Resource Locator. A web address is a standardized naming convention for addressing documents accessible over the internet or intranet. URL is defined as the reference to a resource on the internet. ഏതൊരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യുണീക്ക് വെബ് അഡ്രസ്സ് കാണും. വെബ് അഡ്രസ് ഈസ് ഓൾസോ നോൺ ആസ് URL. URL മീൻസ് യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ ഓർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഈ വെബ് അഡ്രസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നെയിമിംഗ് കൺവെൻഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെഫറൻസ് ടു എ റിസോഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ്. നമ്മൾ പറഞ്ഞു എവറി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ഹാസ് ഇറ്റ്സ് യുണീക്ക് വെബ് അഡ്രസ് വിത്തൗട്ട് വിച്ച് ഇറ്റ് കനോട്ട് ബി റീച്ച്ഡ് ബൈ അതർ കമ്പ്യൂട്ടേഴ്സ്. എക്സാമ്പിളാണ് നോക്കിയാൽ ഇവിടെ കൊടുത്തേക്കുന്നത് http://www.computerhop.com. It is a URL for Computer Hop website. Computer Hop വെബ്സൈറ്റിൻ്റെ ഒരു URL ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് കാണിച്ചേക്കുന്നത്. എന്ത്? http://www.computerhop.com എന്ന് പറയുന്നത്. ഒരു ഇൻ്റർനെറ്റിൽ കയറി നമ്മൾ എന്ത് സെർച്ച് ചെയ്യണമെങ്കിലും എന്തായിരിക്കും, ഒരു URL ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം URL ടൈപ്പ് ചെയ്ത് കയറാത്തതായിട്ട് ആരും കാണത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ തന്നെ പറഞ്ഞേക്കുന്നതാണ് www.computerhop.com. എന്താണ്? കമ്പ്യൂട്ടർ ഹോപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു URL ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. വേറൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശ്രദ്ധിച്ചേ, http://www.computerhop.com jargon/index.html. അതിൽ http:// കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. അതായത് HTTPയുടെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. That enables the browser to know what protocol it is going to use to access the information specified in the domain. അതായത് ഈ HTTP എന്ന് പറഞ്ഞാൽ ബ്രൗസർ നമ്മൾ നേരത്തെ ലെക്ചേഴ്സിലൊക്കെ പഠിച്ചായിരുന്നു. ബ്രൗസറിന് എക്സാമ്പിൾ എന്തായിരുന്നു? ഗൂഗിൾ ക്രോം, മോസില്ല അതുപോലുള്ളതാണ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ സെർച്ച് ചെയ്യാൻ URL ടൈപ്പ് ചെയ്യത്തില്ലേ, അപ്പോൾ ആ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുകയാണ് ഏത് പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതാണ് പറഞ്ഞേക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് www എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ്. അത് കഴിഞ്ഞിട്ട് computerhop.com. ഇറ്റ് ഈസ് ദ ഡൊമൈൻ നെയിം ഫോർ ദ വെബ്സൈറ്റ്. അതായത് ആ വെബ്സൈറ്റിൻ്റെ ഒരു ഡൊമൈൻ നെയിമാണ് എന്തെന്ന് പറയുന്നത്? computerhop.com എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ഡൊമൈൻ ഈസ് നോൺ ആസ് ദ ഡൊമൈൻ സഫിക്സ് ഓർ ടോപ്പ് ലെവൽ ഡൊമൈൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓർ ലൊക്കേഷൻ ഓഫ് ദ വെബ്സൈറ്റ്. അതായത് ലാസ്റ്റ് പോർഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ സഫിക്സ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. .com ഈസ് ഷോർട്ട് ഫോർ കൊമേഴ്സ്യൽ. കൊമേഴ്സ്യലിന് ഷോർട്ടായിട്ട് നമ്മൾ എഴുതുന്നതാണ് .com എന്ന് പറയുന്നത്. .org ആണ് കൊടുക്കുന്നതെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഷോർട്ടാണ്. .in ആണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ എന്നുള്ളതാണ്. നമുക്കറിയാം ചില വെബ്സൈറ്റുകൾ, നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ വെബ്സൈറ്റിലാണെങ്കിൽ എന്തായിരിക്കും, keralauniversity.gov.in എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ .in എന്ന് കൊടുക്കുന്നത് എന്താണ്? ഇന്ത്യ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. അതിനെ പറയുന്ന പേരാ ഡൊമൈൻ സഫിക്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നു. മനസ്സിലായോ?
അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്, ജാർഗൺ. ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ജാർഗൺ പോർഷൻ ഈസ് ദ ഡയറക്ടറി ഇൻ ദ സെർവർ വേർ ദ വെബ് പേജ് ഈസ് സേവ്ഡ്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന വെബ് പേജ് സേവ് ചെയ്തേക്കുന്ന സെർവറിലെ ഒരു ഡയറക്ടറിയാണ് എന്തെന്ന് പറയുന്നത്, ജാർഗൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, index.html. ഇറ്റ് ഈസ് ദ ആക്ച്വൽ വെബ് പേജ് ഓൺ ദ ഡൊമൈൻ യു ആർ ലുക്കിംഗ് ഫോർ. അതാണ് നമ്മുടെ ആക്ച്വൽ വെബ് പേജ് എന്ന് പറയുന്നത് ഏതാണ്, index.html. അപ്പം നമ്മൾ പറഞ്ഞത് HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്, കമ്പ്യൂട്ടർ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ്, .com എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്, അവിടുത്തെ ഡൊമൈൻ സഫിക്സ്, അതായത് ലാസ്റ്റ് പോർഷനിലൊക്കെ കൊടുക്കുന്ന .com, അതുപോലെ തന്നെ .in, .org എന്നൊക്കെ കൊടുക്കുന്നതാണ് ലാസ്റ്റ് കൊടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെബ് ഡയറക്ടറി, ആ വെബ് പേജ് സേവ് ചെയ്യുന്ന സെർവറിലെ ഡയറക്ടറി പറഞ്ഞു കൊടുക്കുന്നതാണ് ജാർഗൺ എന്ന് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ആക്ച്വൽ വെബ് പേജ് സേവ് ചെയ്തേക്കുന്ന പേരാണ് index.html എന്നുള്ളത്. ഇതാണ് ഒരു എക്സാമ്പിൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. Then going to what is absolute and relative address. First one, absolute address. Absolute URL specifies the exact location of a file on the internet. അതായത് ആ ഇൻ്റർനെറ്റിൽ എവിടെയാണ് ഫയൽ കിടക്കുന്നതെന്നുള്ള എക്സാക്റ്റ് ലൊക്കേഷനാണ് എന്ത് തരുന്നത്, അബ്സല്യൂട്ട് അഡ്രസ്സ് നൽകുന്നത്. അബ്സല്യൂട്ട് URL specifies the exact location of a file on the internet. ഇവിടെ ഒരു എക്സാമ്പിൾ സ്പെസിഫൈ ചെയ്തേക്കുന്നത് നോക്കിയേ, www.dbcollege.com/images/picture.gif. It specifies an image file named picture.gif locate in the images directory under www.dbcollege.com domain name. അതായത് DB കോളേജ് എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിമുള്ള ഇമേജസ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്താണ് എന്ത്, ഈ picture.gif എന്ത് ചെയ്തത്, സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. എന്താണ്, എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ദ ഫയൽ ഓൺ ദ ഇൻ്റർനെറ്റ്. ആ ഫയൽ കിടക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷനാണ് എന്ത് തരുന്നത്, അബ്സല്യൂട്ടിൽ പറയുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന HTML ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ ഈ അബ്സല്യൂട്ട് അഡ്രസ്സും അതുപോലെ തന്നെ റിലേറ്റീവ് അഡ്രസ്സും നമ്മൾ കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. ദെൻ റിലേറ്റീവ് അഡ്രസ്. റിലേറ്റീവ് പാത്ത് ഈസ് ദ പാത്ത് ഓഫ് ദ ഫയൽ ഫ്രം ദ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. എ റിലേറ്റീവ് URL ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ദ പ്രോട്ടോക്കോൾ ഓർ ഡൊമൈൻ. അതായത് റിലേറ്റീവ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ആ പ്രോട്ടോക്കോൾ, അതായത് ആ HTTP WWW എന്നുള്ളതൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിയുടെ പാത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് കൊടുത്താൽ മതി. അതാണ് പറഞ്ഞേക്കുന്നത്, റിലേറ്റീവ് പാത്ത് ഈസ് ദ പാത്ത് ഓഫ് ദ ഫയൽ ഫ്രം ദ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത് images/picture.gif. അതായത് ഇമേജസ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്ത് സേവ് ചെയ്തേക്കുന്നതാണ് picture.gif. അതായത് നമ്മൾ HTMLൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമൊക്കെ സേവ് ചെയ്തിട്ടേക്കുന്ന ഫോൾഡറിൽ തന്നെയാണ് ഈ ഇമേജ് കൊണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇമേജിൻ്റെ പേര് മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിൽ എന്ത് റൺ ചെയ്യുമ്പം ആ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോൾഡറിലല്ല ഇമേജ് സേവ് ചെയ്തിട്ടേക്കുന്നത്, വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഇമേജ് വ്യൂ ആവത്തുള്ളൂ. സോ absolute URL specifies the exact location of a file on the internet. Relative path is the path of the file from the current working directory. It does not explicitly specify the protocol or domain. Your assignment question is define addressing a website and what is absolute address and relative address. First question, define addressing a website. Second question, what is absolute and relative address.